അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്തു തുടങ്ങാം കേട്ടോ. ആദ്യത്തെ നമുക്ക് നോക്കാം. സഹി विकल्प चुनिए കേട്ടോ. चूज द करेक्ट ऑप्शन. भारत माता के चरणों में कौन डोलता है? भारतवासी, नदियाँ, पेड़ पौधे, सागर. എന്താണ് ആൻസർ? എന്താണ്? സാഗർ കേട്ടോ. कौन आसमान से मेलजोल करता है? बादल, सूरज, पर्वत, इंद्रधनुष. उत्तर എന്താണ്? पर्वत. आंसर पर्वत. अर्थात भारत में कैसी हवा बहती है? तूफानी, सुखदाई, मंथ, गरम. आंसर എന്താണ്? सुखदाई. भारत माता का मस्तक किसकी तरह चमकता है? सूरज की तरह, चांद की तरह, बिजली की तरह, दिए की तरह. ആൻസർ എന്താണ്? സൂരജ് की तरह കേട്ടോ. അടുത്തത് അതിൻ്റെ താഴോട്ടുള്ളത് കംപ്ലീറ്റ് എ പോയം സ്റ്റാൻസ. അത് നിങ്ങൾ തന്നെ നോക്കി എഴുതിയാൽ മതി. അത് പോയമിൻ്റെ വിട്ടുപോയ ബഹത്തി രത്തി ഹേ മധു സമീർ കഴിഞ്ഞ് അടുത്ത ലൈൻ എന്താണ് അത് എഴുതി ഫില്ല് ചെയ്യുക കേട്ടോ. രണ്ടും ഓക്കെ. അടുത്തതും എക്സ്പ്ലെയിൻ ദ തീം ഓഫ് ദ പോയം സ്റ്റാൻസ. അപ്പോൾ നിങ്ങൾ അടുത്ത വായിച്ചതും ചെയ്തു നോക്കുക തന്നെ താനെ. എവിടെ ഞാൻ എഴുതി വെച്ചിരുന്നു, മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ തന്നെ എഴുതി ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാം കേട്ടോ. അടുത്തത് ഈ വരുന്ന അടുത്ത 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ ഞാൻ എഴുതി നോട്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് വായിക്കാം. അടുത്തത് കേട്ടോ. അപ്പോൾ ഗിരി നവ്സെ കൈസെ മേൽജോൾ കർത്താ ഹെ. ഇത് ഓറലി പറയേണ്ടതാണ് കേട്ടോ. നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് നോക്കി നിങ്ങൾ എഴുതി ട്രെയിൻ ചെയ്യുക കേട്ടോ. പറയാൻ ട്രെയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ആൻസർ ഞാൻ പറയാം. ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് ഗിരി നവ്സെ കൈസെ മേൽജോൾ കർത്താ ഹെ. गिरी अपनी ऊंचाई से आकाश को छूकर उससे मेलजोल करता है. अर्थात गिरी अपनी ऊंचाई से आकाश को छूकर उससे मेलजोल करता है. वो മല अपनी ऊंचाई से അപ്പോൾ ഉയരത്തിൽ ആകാശത്തിനോട് ഇൻട്രാക്ട് ചെയ്ത് ചെയ്യുന്നു. അതാണ് പറയുന്നത് കേട്ടോ. हर सुबह दोपहर और शाम क्या चल रहा रहता है? आंसर हर सुबह दोपहर और शाम मरुद को बहना और नदियाँ का बहना के लिए अधीर होना चलता रहता है. രണ്ടാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത 3 ക്വസ്റ്റ്യനുകൾ കേട്ടോ നോക്കാം കേട്ടോ. അത് ക്രിട്ടിക്കൽ തിങ്കിങ്, അത് ചിന്തിച്ച് എഴുതേണ്ടതാണ് കേട്ടോ. നോക്കാം. चरणों में सागर रहा डोल से कवि का क्या तात्पर्य है? चरणों में सागर रहा डोल से कवि का क्या तात्पर्य है? उत्तरम പറയാം. इस पंक्ति से कवि का तात्पर्य है कि भारत माता के चरणों में समुद्र हमेशा हिलोरे लेता रहता है, जो इसके भौगोलिक सौंदर्य का दर्शाता है. അടുത്തത് क्या सुनकर मानवता आंखें खोल रही है? भारत माता के उत्तरम കേട്ടോ. ചോദ്യം ഇതാണ്. क्या सुनकर मानवता आंखें खोल रही है? उत्तरम भारत माता के गौरव और यहाँ की पावन चेतना को सुनकर मानवता अपनी आंखें खोल रही है. അടുത്ത മൂന്നാമത്തെ हर भारतवासी का सुकाम क्या है? हर भारतवासी का सुकाम क्या है? हर भारतवासी का सुकाम अपनी मातृभूमि की सेवा करना, आपसी प्रेम बनाए रखना और देश का गौरव बढ़ाना है. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത വാക്യം. यहाँ सूरज और चांद शब्द से उनकी संख्या में एक होने का पता चल रहा है, जबकि किरणों और तारे शब्दों से उनकी संख्या में अनेक होने का पता चल रहा है. एक या अनेक का पता वचन द्वारा चलता है. അതായത്
സൂര്യനും ചന്ദ്രനും ഓരോന്നാണ്. പക്ഷെ സണ്ണിൻ്റെ റേസും പിന്നെ സ്റ്റാർസും മൂണിലെ സ്റ്റാർസും എല്ലാം അനേകമാണ്, എല്ലാം ഒന്നിലധികമാണ്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികത്തിനെ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് പറയുന്നത് വചൻ എന്ന് കേട്ടോ. कि संख्या में एक या अनेक होने का पता चलता है उसे वचन कहता है. അതായത് ഒന്നോ ഒന്നിലധികമോ ഉള്ള വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനെ വചൻ എന്ന് പറയുന്നു. वचन दो प्रकार के होता है. एक तो एक वचन, दूसरा तो बहुवचन. एक वचन शब्द के जिस रूप में उसकी संख्या में एक होने का पता चलता है वह एक वचन कहलाता है. जैसे पुस्तक, तितली आदि. ശബ്ദരൂപത്തിലൂടെ നമുക്ക് ഒന്ന് എന്ന് മനസ്സിലാക്കുന്നതിനാണ് ഏകവചൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പുസ്തക്, അതായത് ബുക്ക് അല്ലേ, ബുക്ക് എന്ന് പറയുന്നത് ഒന്നാണ്. അപ്പോൾ ബുക്ക് എന്ന് അങ്ങനെ മനസ്സിലാക്കിക്കുന്നതാണ് ഏകവചൻ എന്ന് പറയുന്നത്. അത് പുസ്തക് എന്ന് വെച്ചാൽ ഒന്നാണ്, അതായത് ബുക്ക് എന്ന് വെച്ചാൽ ഒന്നാണ്. ബുക്സ് എന്ന് വെച്ചാൽ അധികമാണ്, ഒന്നിലധികമാണ് കേട്ടോ. തിത്തിലി ആദി കേട്ടോ. അടുത്തത് ബഹുവചൻ. शब्द के जिस रूप में उसकी संख्या में एक से अधिक होने का पता चलता है वह बहुवचन कहलाता है. जैसे पुस्तकों, तितलियां കേട്ടോ. അതായത് ഒന്നിലധികം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയ വാക്കിലൂടെ മനസ്സിലാക്കി തരുന്നതിന് നമ്മൾ ബഹുവചൻ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ബുക്ക് എന്ന് പറഞ്ഞില്ലേ, സിംഗുലറിന്. അപ്പോൾ പ്ലൂറൽ ആകുമ്പോൾ എന്താവും, പുസ്തകം കേട്ടോ. അതേപോലെ തിത്തിലിയാം ആദി കേട്ടോ. അടുത്തത് റൈറ്റ് സിംഗുലർ ഓർ പ്ലൂറൽ. അപ്പോൾ ഗിരി എന്താണ് നോക്കിയേ, ഗിരി ഏത് വചനാണ്, സിംഗിൾ ഒന്ന് അല്ലേ, ഏകവചൻ. അടുത്തത് നദിയ. നദി എന്ന് വെച്ചാൽ നദി ഒന്ന്, നദിയ എന്ന് വെച്ചാൽ നദികൾ കേട്ടോ. അപ്പോൾ എന്തായി, ബഹുവചൻ. ഹവ എന്താണ്, ഏകവചനാണ്. കലിയാം ബഹുവചൻ, കലിയാം बहुवचन बेटा. അടുത്ത नव एकवचन. आँखें बहुवचन. फूल एकवचन. बच्चे बहुवचन കേട്ടോ. നമുക്ക് അടുത്തതിൽ നോക്കാം. അത് പുസ്തകത്തിൽ നോക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിത്രത്തിലൊക്കെ നോക്കുക. എന്താണ്, സാഗർ സമുദ്രം ഇല്ലേ, കടൽ. സാഗർ എന്ന് പറയും കടലിന്, സമുദ്രം എന്ന് പറയും, രത്നാകർ എന്ന് പറയും. സാഗർ, സമുദ്ര, രത്നാകർ മേരാ നാം ഹെ. എൻ്റെ പേര് സാഗർ, സമുദ്ര, രത്നാകർ. ഇങ്ങനെ 3 പേരുകളുണ്ട്. അടുത്ത പിക്ചറിൽ നോക്കിയ പർവ്വതം അല്ലേ, ഗിരി, പർവ്വത്, പഹാഡ് മേരാ നാം ഹെ. അതായത് ഗിരി, പർവ്വത്, പഹാഡ് എൻ്റെ പേരുകളാണ്. അടുത്ത ചിത്രത്തിലൊക്കെ നദിയ, തടിനി മേരാ നാം ഹെ അല്ലേ. അടുത്ത ചിത്രത്തിൽ നോക്കിയ ഇത് സൂര്യൻ അല്ലേ, സൂരജ്, സൂര്യ, രവി. അതായത് ഈ 3 പേരുകളും സൂരജ്, സൂര്യ, രവി, ഈ 3 സൂര്യനെ വിളിക്കുന്ന ഹിന്ദിയിൽ പറയുന്നതാണ്. അടുത്തത് നമുക്ക് നോക്കാം. नीचे दी गई कविता के अंश को पढ़िए और प्रश्नों के उत्तर दीजिए. എന്നുവെച്ചാൽ നൽകിയിരിക്കുന്ന കവിതയുടെ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. സൂരജ് ഏക് ഹമാരാ ജിസ്കി. സൂരജ് ഏക് ഹമാരാ ജിസ്കി. നമ്മുടേതായ സൂര്യൻ ആരുടെ എന്നാൽ. കിരണേം ഉർ കി കലി ഖിലതീം. കിരണങ്ങൾ ഹൃദയമാക്കുന്ന മുകുളത്തെ വിരിയിക്കുന്നു. നമ്മുടേതായ ഒരു ചന്ദ്രൻ ആരുടെയോ നിലാവെന്നാൽ. ജിസ്കി ഹം സബ്കോ നഹലാത്തി. എല്ലാവരെയും കുളിപ്പിച്ചു നിർത്തുന്നു. മിലേ ഏക് സേ സ്വർ ഹംകോ ഹെ. ലഭിച്ചിരിക്കുന്നത് ഒരുപോലെയുള്ള സ്വരങ്ങളാണ്. ഭ്രമരോം കെ മീഠേ ഗുഞ്ചൻ കെ. മധുരമുള്ള മൂളലിലൂടെയുള്ള. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. നമ്മളെല്ലാം ഒരു തോട്ടത്തിലെ പൂക്കളാണ്. അപ്പോൾ ഈ കവിത വായിച്ച് കഴിഞ്ഞു, അതിൻ്റെ ട്രാൻസ്ലേഷനും പറഞ്ഞു. ഇനി നമുക്ക് താഴോട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം, ചോദ്യങ്ങളും ആൻസറുകളും കേട്ടോ.
ഉർക്കി കലി കോൺ ഖിലാത്തി ഹെ. ചോദ്യം ഒന്ന് കേട്ടോ. ഉർക്കി കലി കോൺ ഖിലാത്തി ഹെ. ഹൃദയമാകുന്ന മുകുളത്തെ ആരാണ് വിരിയിക്കുന്നത്? ആരാണ്? കിരണയം. അടുത്ത് ചാന്ദ് ക്യാ കർത്താ ഹെ. ചാന്ദ് ക്യാ കർത്താ ഹെ. ചന്ദ്രൻ എന്താണ് ചെയ്യുന്നത്? ചാന്ദ് ഹം സബ്കോ നഹലാത്താ ഹെ. ചാന്ദ് ഹം സബ്കോ നഹലാത്താ ഹെ. അടുത്ത ക്വസ്റ്റ്യൻ. ഹമേ ഏക് ജൈസെ ക്യാ മിലാ ഹെ. ഒരേപോലെയുള്ള എന്താണ് ലഭിച്ചിരിക്കുന്നത് നമ്മൾക്ക്? ഹമേ ഏക് ജൈസെ സ്വർ മിലേ ഹെ. ഹമേ ഏക് ജൈസെ സ്വർ മിലേ ഹെ. അടുത്ത ക്വസ്റ്റ്യൻ. ഹം സബ് കിസ് ഉപവൻ കെ സുമൻ ഹെ. ഹം സബ് കിസ് ഉപവൻ കെ സുമൻ ഹെ. നമ്മളെല്ലാവരും ഏത് തോട്ടത്തിലെ പൂക്കളാണ്? ഹം സബ് സുമൻ ഏക് ഉപവൻ കെ ഹെ. ഉത്തരവാണ് ഹം സബ് സുമൻ ഏക് ഉപവൻ കെ ഹെ. അടുത്തത്. സുമൻ और उपवन के दो तो समानार्थी शब्द लिखिए. അതായത് സുമൻ പൂവ്, ഉപവൻ തോട്ടം എന്നിവയുടെ രണ്ട് വിധം സമാന പദങ്ങൾ എഴുതുക. അപ്പോൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ടെക്സ്റ്റിനകത്ത് എഴുതാണ്ട് ഇതിനകത്ത് എഴുതി വെച്ചേക്കാണ്. ഏറ്റവും താഴത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. സുമൻ और उपवन के दो तो समानार्थी शब्द लिखिए. അപ്പോൾ സുമൻ എന്താണ്? സമാനമായിട്ട് ശബ്ദം ഫൂൽ അല്ലെങ്കിൽ പുഷ്പം. ഉപവൻ എന്താണ്? ബഗീച്ച അല്ലെങ്കിൽ വാട്ടിക. കേട്ടോ, നോക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന മൊത്തം ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ആൻസറൊക്കെ. കണ്ടോ, ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ കിരണയം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ നഹലാത്ത അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സ്വർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഏക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സിമ്പിൾ വേർഡായിട്ട് എഴുതിയാലും മതി. സുമൻ और उपवन के दो तो समानार्थी शब्द लिखिയാണ്ട് സുമൻ ഉപവൻ്റെ സമാനാർത്ഥം എഴുതാൻ പറഞ്ഞത് വീണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇത് ഓക്കെ. ഇനി അടുത്തത് നോക്കാം. इस कविता को पढ़िए तथा सुबह, दोपहर और शाम के दृश्य को चार्ट पेपर पर चित्र द्वारा प्रस्तुत कीजिए. എന്നുവെച്ചാൽ ഈ കവിത വായിച്ച് രാവിലെ, ഉച്ച, വൈകുന്നേരം എന്നിവയുടെ ദൃശ്യങ്ങൾ ചാർട്ട് പേപ്പറിൽ ചിത്രമായി അവതരിപ്പിക്കുക. അപ്പോൾ കവിത വായിച്ചു നോക്കാം. कितना प्यारा कितना सुंदर रंग बिरंग की किरणें उसकी रोम रोम में बस जाती है खुशबू सी महका जाती है. अच्छा, ആദ്യത്തെ ലൈൻ നോക്കാം. കിത്തന സുബഹ കാ സൂരജ്, രാവിലത്തെ സൂര്യൻ. കേട്ടോ, സുബഹ കാ സൂരജ്, രാവിലത്തെ സൂര്യൻ. കിത്തന പ്യാര കിത്തന സുന്ദർ, അത് എത്ര പ്രിയപ്പെട്ടത്, എത്ര മനോഹരം. रोम रोम में बस जाती है खुशबू सी महका जाती है. खुशबू सी महका जाती है, സുഗന്ധം പോലെ സുഗന്ധഭരിതമാക്കുന്നു. അടുത്തത് दोपहर का सूरज. കേട്ടോ, दोपहर का सूरज कितना गर्म कितना लाल धूप में जलता ललाट तन बदन झुलसा रही है आँख नभ से झर रही है. अच्छा, എന്താണ്? दोपहर का सूरज, ഉച്ചയ്ക്കലത്തെ സൂര്യൻ. കിത്തന ഗരം കിത്തന ലാൽ, അതായത് എത്ര ചൂട് എത്ര ചുവപ്പ്. ധൂപ് മേ ജൽത്ത ലലാട്ട്, വെയിലിൽ കത്തുന്നു, വെയിലിൽ നെറ്റിടം കത്തുന്നു. തൻ ബദൻ ജുൽസ രഹി ഹെ, തൻ ബദൻ ജുൽസ രഹി ഹെ, ശരീരം ആകെ ചുട്ടുപൊള്ളുന്നു. आँख नभ से झर रही है, आँख नभ से झर रही है. ആക്ക് വെച്ചാൽ തീ, നഭ് നമ്മൾ നേരത്തെ പഠിച്ച് പാഠപുസ്തകത്തിൽ പഠിച്ച നഭ് എന്ന് വെച്ചാൽ എന്താ? ആകാശം, സ്കൈ. സെ ഝർ രഹി ഹെ, ആകാശത്തിൽ നിന്ന് തീ പെയ്യുന്നു, അതായത് ആ തീമഴ പെയ്യുന്നു. शाम की सूरज कितना सुनहरा कितना शांत आँखें निरखती है अविराम शांति फैल रही चारों और कदम लौट रहे घर की ओर. എന്നുവെച്ചാൽ शाम की सूरज कितना सुनहरा कितना शांत, വൈകുന്നേരത്തെ സൂര്യൻ, അത് എത്ര സുവർണമയം എത്ര ശാന്തം. कितना शांत. आँखें निरखती है अविराम, आँखें
നിർഗതി ഹേ അവിര, കണ്ണുകൾ ഇമ വെട്ടാതെ നോക്കി നിൽക്കുന്നു, അതായത് തുടർച്ചയായി നോക്കി നിൽക്കുന്നു. ശാന്തി ഫൈൽ രഹി ചാരോ ഔർ, ശാന്തി ഫൈൽ രഹി ചാരോ ഔർ, നാല് പാടും ശാന്തം പരക്കുന്നു. കദം ലൗട്ട് രഹേ ഘർ കി ഓർ, കാലടികൾ വീട്ടിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഈ കവിതയിൽ എന്ത് ചെയ്യണം എന്നുള്ളത്, ചാർട്ട് ഉണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു ഇല്ലേ, അത് ചെയ്യണം കേട്ടോ.